ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ കൈമാറി. നാളെ വൈകിട്ട് 5 മണിവരെയാണ് കസ്റ്റഡി. SIT സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ കോടതി അനുകൂലമായി പരിഗണിച്ചിരിക്കുന്നു. ദേവസ്വം ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയിൽ വൈകിട്ട് 4-ന് കോടതി വിധി പറയും. M. മനോജ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നു. മനോജ്, അനിനമ്പ്യാർ 2 ദിവസത്തേക്കാണ് ഇപ്പോൾ എ പത്മകുമാറിനെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. നാളെ വൈകിട്ട് 5 മണി വരെയാണ് SIT എ പത്മകുമാറിനെ ചോദ്യം ചെയ്യുക. കോടതി നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ എ പത്മകുമാറുമായി അന്വേഷണ സംഘം പുറത്തേക്കിറങ്ങും. അതിനുശേഷം വൈദ്യപരിശോധന നടത്തിയതിന് പിന്നാലെ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാകും എ പത്മകുമാറിനുമായി അന്വേഷണ സംഘം പോകുക. എന്തായാലും തിരുവനന്തപുരത്തേക്ക് പോകാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കുന്നു. N. വാസുവിനെ 4 മണിക്കൂർ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് അനുവദിച്ച് നൽകിയപ്പോൾ കൊല്ലം പോലീസ് ക്ലബ്ബിൽ തന്നെയായിരുന്നു ചോദ്യം ചെയ്തത്. ഇതിപ്പോൾ 2 ദിവസമായതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് പോകാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അല്പസമയത്തിനകം തന്നെ പത്മകുമാറിനെ പുറത്തേക്കിറക്കും. അതേസമയം തന്നെ പുറത്ത് വലിയൊരു സുരക്ഷയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള സുരക്ഷയുണ്ട്, അതോടൊപ്പം പ്രതിഷേധക്കാരടക്കമുണ്ട്. ഇപ്പോൾ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ കോടതിക്കുള്ളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ പത്മകുമാറുമായി ഈ അന്വേഷണ സംഘം പുറത്തേക്ക് ഇറങ്ങും. ഈ അന്വേഷണ സംഘത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഇവിടെയുണ്ട് എന്നുള്ളതാണ്. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഈ നടപടിക്രമങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം 4 മണിക്കാണ് മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയും വിധി പറയുക. എന്തായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ SITയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ, അതായത് DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനും അതോടൊപ്പം തന്നെ SP ശശിധരനും അടക്കം ഈ കോടതിക്ക് മുന്നിലെത്തി സംസാരിക്കുന്നതാണ്. ഈ നടപടിക്രമങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. ഇനി എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് എന്നതിൽ വ്യക്തത വരണം. അതോടൊപ്പം തന്നെ വൈദ്യപരിശോധനയ്ക്ക് ശേഷമാകും അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി പത്മകുമാറിനെ കൊണ്ടുപോവുക. എന്തായാലും സ്വർണ്ണപ്പാളി കേസിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള അറസ്റ്റായിരുന്നു എ പത്മകുമാറിൻ്റേത്. പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങളും ലഭിക്കേണ്ടതുണ്ട്. ഈ അന്വേഷണം ഇനി രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് ഈ പത്മകുമാറിൻ്റെ അറസ്റ്റോടുകൂടി മനസ്സിലാക്കുന്നത്. ഇനി ചോദ്യം ചെയ്യലിലൂടെ തന്നെ ആരുടെയൊക്കെ പേരുകളാണോ പത്മകുമാർ പറയുന്നത് അവരിലേക്ക് അന്വേഷണം നീളും. അവരെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ പത്മകുമാറിനെ പുറത്തേക്ക് കൊണ്ടുപോകുവാനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നതായാണ്. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ഈ നടപടിക്രമങ്ങൾ തുടർന്നു വന്നത്. അതിനുശേഷം ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെ പോലീസ് വലിയ സുരക്ഷ ഒരുക്കുകയാണ്. കോടതിക്ക് പുറത്ത് പത്മകുമാറിനെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ സ്വർണ്ണപ്പാളി കേസിൽ അറസ്റ്റിലായിട്ടുള്ള എ പത്മകുമാറിനെ ആവശ്യപ്പെട്ടത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നോക്കൂ, നാളെ വൈകുന്നേരം 5 മണി വരെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എന്ത് ചോദ്യം ചെയ്യലാണ് നടക്കാൻ പോകുന്നത്? തീർച്ചയായും നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് എ പത്മകുമാറിൽ നിന്ന് ലഭിക്കേണ്ടത്. അതുകൊണ്ട് കൂടുതൽ ദിവസങ്ങൾ തന്നെ കസ്റ്റഡി അപേക്ഷ ഈ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ 2 ദിവസമാണ് അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോൾ കോടതിക്ക് പുറത്തേക്ക് എ പത്മകുമാർ ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പത്മകുമാറുമായി അന്വേഷണ സംഘം കോടതിക്ക് പുറത്തേക്ക് കടക്കുകയാണ്. കോടതിക്ക് പുറത്ത് വലിയ പ്രതിഷേധം BJPയുടെ പ്രവർത്തകർ ഉയർത്തുന്നു. ഏതായാലും പോലീസ് വലിയ സുരക്ഷയോടുകൂടി ഈ പത്മകുമാറിനെ അല്പസമയത്തിനകം തന്നെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോവുകയാണ്. എന്തായാലും ഈ നിർണായകമായിട്ടുള്ള നിമിഷങ്ങളാണ്. കോടതിക്ക് പുറത്തേക്ക് പത്മകുമാർ ഇറങ്ങുമ്പോൾ BJP പ്രവർത്തകരടക്കം അവിടെ പ്രതിഷേധമുയർത്തി വരുന്നു. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിരോധത്തിലാകുന്ന ഈ ഒരു സമയം കൂടെയാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അറസ്റ്റ് കൂടെയായിരുന്നു. അതായത് രാഷ്ട്രീയ നേതൃത്വത്തിന് തന്നെ വലിയ ഭീഷണിയായിട്ടുള്ള CPM നേതൃത്വത്തിന് തന്നെ വലിയ ഭീഷണിയായിട്ടുള്ള ഒരു അറസ്റ്റ് കൂടെയായിരുന്നു. കാരണം ഇനിയും നേതാക്കളിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ഭയപ്പാട് CPMനുണ്ട്. എന്തായാലും പത്മകുമാറിനെ ഇപ്പോൾ പോലീസ് പുറത്തേക്ക് ഇറക്കുമ്പോൾ ഇവിടെ BJP പ്രവർത്തകരുടെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. വാഹനം തടഞ്ഞിരിക്കുന്നു. BJP പ്രവർത്തകർ വാഹനം തടഞ്ഞു. അവരെ തള്ളി മാറ്റാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള ഒരു സംഘർഷം ഈ കോടതിക്ക് മുൻപിൽ നമുക്ക് കാണാൻ സാധിക്കും. BJP പ്രവർത്തകരെ തള്ളി നീക്കിക്കൊണ്ട് എ പത്മകുമാറുമായി അന്വേഷണ സംഘം പോവുകയാണ്. വൈദ്യപരിശോധനയ്ക്കായി പോവുകയാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. എന്തായാലും കോടതിക്ക് പുറത്തപ്പോൾ സംഘർഷഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം. പോലീസുമായി ഈ BJP പ്രവർത്തകർ വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് ഏർപ്പെടുകയാണ്. എന്തായാലും ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് തയ്യാറായി എന്നുള്ളതാണ്. അവരെ തള്ളി മാറ്റി കൊണ്ടാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം
പോയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ വൈദ്യപരിശോധനയ്ക്കായി പ്രവർത്തകന്മാർ ഈ വൈദ്യപരിശോധനയ്ക്കായി പത്മകുമാറുമായി പോകുമ്പോൾ ഈ BJP പ്രവർത്തകർ വാഹനം തടയുന്നതാണ്. വാഹനം തടഞ്ഞ് ഈ കോടതിക്ക് മുന്നിൽ നിർത്തിയിരുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇനിയും പ്രതിഷേധം ശക്തമാക്കാനുണ്ട്. ശക്തമായ പ്രതിഷേധമുണ്ട്. ബിജെപിയുടെ ഭാഗത്ത് കാട്ടുകളിലും വരെ പുറത്താക്കുന്ന പ്രതിഷേധം ഉണ്ടാവും. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി പത്മകുമാറിനെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. ഇവിടെ കൊണ്ടുപോയതിനു ശേഷവും പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ഈ കോടതിക്ക് മുന്നിലുണ്ട്. എന്തായാലും ഈ കൊല്ലം ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധന കഴിഞ്ഞ് ഇവിടേക്ക് പത്മകുമാറിനെ എത്തിക്കുമെന്നുള്ളത് തന്നെയാണ് ലഭിച്ചിരിക്കുന്ന വിവരം. അത് കഴിഞ്ഞാകും അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യലിനായി പത്മകുമാറിനെ കൊണ്ടുപോകുക. എന്തായാലും ഇനിയും എൻ വാസുവിനെ കൊണ്ടുവന്നപ്പോഴും BJP പ്രവർത്തകരുടെ ഈ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അതിൽ കൂടുതൽ, അതായത് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ പത്മകുമാറിനെ കൊണ്ടുവന്നപ്പോൾ ആ വാഹനം തടഞ്ഞുകൊണ്ട് ഇവിടെ BJP പ്രവർത്തകർ പ്രതിഷേധം ഉയർത്തി എന്നുള്ളതാണ്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അയ്യപ്പന്റെ സ്വർണം കട്ടവരാരും തന്നെ അവരെയൊക്കെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം തന്നെയാണ് BJP ഉന്നയിക്കുന്നത്. അത്തരത്തിൽ അറസ്റ്റുണ്ടാകുമ്പോൾ അത് ഉന്നതരിലേക്ക് എത്തണം. അത് പത്മകുമാറിൽ മാത്രം അവസാനിക്കേണ്ടതല്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെയുള്ള ഓരോരുത്തരും പറയുന്നത്. എന്തായാലും ഈ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം നമുക്ക് കാണാൻ സാധിക്കും. പിരിച്ചുവിടുക, ദേവസ്വം മന്ത്രി രാജിവെക്കുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക, മുഖ്യമന്ത്രി രാജിവെക്കുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക. തീർച്ചയായും ദേവസ്വം മന്ത്രി രാജിവെക്കുക, മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ള മുദ്രാവാക്യങ്ങൾ അടക്കം ഇവിടെ ഉയരുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള സഹായങ്ങൾ, അതായത് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നടക്കമുള്ള സഹായങ്ങൾ ഈ പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവരെല്ലാവരും സംശയിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വിജിലൻസ് കോടതിക്ക് മുന്നിലെ റോഡിൽ BJP പ്രവർത്തകർ ഉയർത്തുന്ന പ്രതിഷേധമാണ്. വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം. അത് പത്മകുമാറിനെ അന്വേഷണ സംഘം പത്മകുമാറുമായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വാഹനം തടഞ്ഞുകൊണ്ട് BJP പ്രവർത്തകർ ഇവിടെ പ്രതിഷേധം അറിയിച്ചു എന്നുള്ളതാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പത്മകുമാറിനെ വീണ്ടും ഈ കോടതിയിലേക്ക് തന്നെ എത്തിക്കും. ശക്തമായിട്ടുള്ള പ്രതിഷേധം അങ്ങനെ തന്നെ തുടരുകയാണ്. ഇനിയുള്ള സാഹചര്യത്തിൽ, അതായത് പത്മകുമാറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നിർണായകമാണ്. അത് ആരിലേക്കാണോ വിരൽ ചൂണ്ടുന്നത് അവരെ അടക്കം SITക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. SIT മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു പ്രതിരോധത്തിലാവുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം, ശക്തമായിട്ടുള്ള പ്രതിഷേധം നമുക്ക് കാണാൻ സാധിച്ചു. കോടതിക്ക് മുന്നിൽ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ അങ്ങനെ തന്നെ തുടരുകയാണ്. പത്മകുമാറിനെയല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെ ഇവിടേക്ക് എത്തിച്ചാലും ഈ പ്രതിഷേധം ഉണ്ടാകും. പത്മകുമാറിനെ വിജിലൻസ് കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ കൊല്ലത്തെ CPM നേതാക്കന്മാർ അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ CPM നേതാക്കന്മാർ ആരെങ്കിലും അവിടെ എത്തിയിരുന്നോ? കാരണം കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത പാർട്ടി യോഗം ഉണ്ടായിരുന്നു. പത്മകുമാർ വിഷയം ചർച്ച ചെയ്തില്ല എന്നാണ് ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. പക്ഷേ പത്മകുമാറിനെ സംരക്ഷിക്കാൻ തന്നെയല്ലേ പാർട്ടി തീരുമാനം? പാർട്ടി നേതാക്കന്മാർ കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിയിരുന്നോ? മനോജ്, എൻ്റെ ചോദ്യം കേട്ടില്ലേ? മനോജ്, പത്മകുമാറിനെ കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ കൊല്ലത്തെയോ പത്തനംതിട്ടയിലോ പാർട്ടി നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നോ? പത്മകുമാറുമായി അന്വേഷണ സംഘം ഇവിടേക്ക് എത്തിയപ്പോൾ ആരെയും തന്നെ കോടതിക്കുള്ളിലേക്ക് കയറ്റിയിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അത്തരത്തിലുള്ള നേതാക്കളെ ആരെയും പുറത്തൊന്നും, അതായത് കോടതിക്ക് പുറത്തൊന്നും കണ്ടിട്ടില്ല. കോടതിക്കുള്ളിൽ ഈ നടപടിക്രമങ്ങളിൽ അവർ വല്ലതും അല്ലെങ്കിൽ അഭിഭാഷകരടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റ് നേതാക്കളെയൊന്നും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ കോടതിക്കുള്ളിലുള്ളത്. എന്തായാലും CPM ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് സംസ്ഥാന സെക്രട്ടറി അടക്കം പത്മകുമാറിനെ പിന്തുണച്ചുകൊണ്ട് വെറും കുറ്റാരോപിതന് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPMന്റെ നേതൃത്വം രംഗത്തെത്തിയിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള സംരക്ഷണം CPM ഒരുക്കുമോ എന്നുള്ള ചോദ്യത്തിനൊന്നും തന്നെ അന്ന് സംസ്ഥാന സെക്രട്ടറി മറുപടി പറഞ്ഞിരുന്നില്ല. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ CPMനെ സംബന്ധിച്ചിടത്തോളം സമുന്നതനായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്, ജില്ലാ കമ്മിറ്റി അംഗം കൂടെയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഒരു സംരക്ഷണം ഒരുക്കുവാനുള്ള സാധ്യത കൂടെയുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ വിജിലൻസ് കോടതിക്കുള്ളിൽ ഈ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഉദ്യോഗസ്ഥരും അഭിഭാഷകരും മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ ജില്ലാ ആശുപത്രിയിലേക്ക്
എ പത്മകുമാറിനെ കൊണ്ടുപോയിട്ടുണ്ട്. വൈദ്യപരിശോധന നടക്കുന്ന സമയം അവിടേക്ക് നേതാക്കൾ എത്തുമോ എന്നുള്ളതും നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പുറത്ത് BJP പ്രവർത്തകരടക്കമാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഉയർത്തിയത്. ഇനിയുള്ള ദിവസങ്ങളിൽ എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമ്പോൾ അതിൽ ലഭിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് നിർണായകം. അതിനുശേഷമാകും വീണ്ടും നാളെ വൈകുന്നേരം 5 മണിക്ക് ശേഷം വീണ്ടും ഈ കോടതിയിലേക്ക് കൊണ്ടുവരിക. അപ്പോഴും ഈ പ്രതിഷേധം നമുക്ക് പ്രതീക്ഷിക്കാം. അനിൽ നമ്പ്യാർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ കൈമാറി. നാളെ വൈകുന്നേരം 5 വരെയാണ് കസ്റ്റഡി. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ കോടതി അനുകൂലമായി പരിഗണിക്കുകയായിരുന്നു. ദേവസ്വം ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയിൽ വൈകുന്നേരം 4 മണിക്ക് കോടതി വിധി പറയും. കോടതിക്ക് പുറത്ത് BJP പ്രവർത്തക പ്രതിഷേധിച്ചു. കൊല്ലത്ത് നിന്ന് M മനോജാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.